ജനങ്ങൾക്കടുത്തേക്ക് ചെന്ന് വോട്ട് ചോദിക്കുകയാണ് സ്ഥാനാർത്ഥികൾ. ജനങ്ങൾ അവരുടെ പലവിധ ആവശ്യങ്ങൾ സ്ഥാനാർത്ഥികളോട് ഉന്നയിക്കുകയും ചെയ്യും, പലതും ആവശ്യപ്പെടുകയും ചെയ്യും. എന്നാൽ തൃശ്ശൂരിലെ LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാറിന്റെ പ്രചാരണത്തിന് എത്തിയാൽ നമുക്ക് മറ്റു ചില കാഴ്ചകൾ കൂടി കാണാൻ സാധിക്കും. രാവിലെ തന്നെ VS സുനിൽകുമാർ പ്രചാരണ രംഗത്തിറങ്ങിയതാണ്. സ്ഥാനാർത്ഥി വോട്ട് തേടിയെത്തുമ്പോൾ സ്വീകരിക്കുന്നത് മാലയും ഷാളും അണിയിച്ചു മാത്രമല്ല, മുൻ കൃഷിമന്ത്രി കൂടി ആയതുകൊണ്ടായിരിക്കണം വോട്ട് തേടി പോകുന്നിടത്തു നിന്നെല്ലാം ഇങ്ങനെയൊരു സ്വീകരണം. പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും എല്ലാ സ്വീകരണ കേന്ദ്രങ്ങളിലും വോട്ടർമാർ നൽകുകയാണ്. ഞങ്ങളുടെ സ്നേഹത്തോടുള്ള ഒരു വിഷ്കളി ഞങ്ങളുടെ നേതാവിന് വേണ്ടിയിട്ട്. ഞങ്ങളുടെ നേതാവിനെ വളരെ സന്തോഷത്തിൽ സ്വീകരിക്കണം, മധുരം കൊടുത്ത് സ്വീകരിക്കണം പോലെ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും സുനിൽകുമാർ ജയിച്ചു വരണം. വോട്ടഭ്യർത്ഥനയുമായി ജനങ്ങളിലേക്ക് ചെല്ലുമ്പോൾ തിരികെ കിട്ടുന്ന സമ്മാനങ്ങൾ കുറച്ചൊന്നുമല്ല. കാർഷിക ഉൽപ്പന്നങ്ങളാണ് തരുന്നത്. വെള്ളരിക്ക, വെള്ളരി, തണ്ണിമത്തൻ, ചീര, പയറ്, വെണ്ട, തക്കാളി, ഇങ്ങനെയുള്ള സാധനങ്ങൾ മുറത്തിലാക്കിയിട്ട് സഞ്ചിയിലാക്കിയിട്ടും ഒക്കെ ആളുകൾ തരുന്നുണ്ട്. ഞാൻ പണ്ട് കൃഷിമന്ത്രി ആയതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ആൾക്കാർക്ക് താല്പര്യം. ചൂടുകാലമായതിനാൽ തന്നെ പഴങ്ങളും പച്ചക്കറികളും സ്ഥാനാർത്ഥിക്കും ഏറെ ഉപകാരപ്പെടുന്നു. എന്തിനും ഏതിനും കൂടെ നിൽക്കുന്ന പാർട്ടിക്കാർക്കും ഈ ചൂടുകാലത്ത് ഇതൊരാശ്വാസമാണ്. കഴിഞ്ഞ ദിവസം നാട്ടിക മണ്ഡലത്തിലെ കിട്ടിയ പച്ചക്കറികൾ അവിടുത്തെ അനാഥ മന്ദിരത്തിലും വൃദ്ധസാധനത്തിലും കൊടുക്കേണ്ടത്. പഴക്കൊലകളും ഒരുപാട് സാധനങ്ങൾ ആളുകൾ തരുന്നത്, അതൊക്കെ ഇവിടെ വാങ്ങി സൂക്ഷിച്ച് ആളുകൾക്ക് വിതരണം ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കിയിരിക്കുകയാണ് ഇപ്പോൾ. സ്ഥാനാർത്ഥിയുടെ വാഹനത്തിനും പ്രവർത്തകരുടെ വാഹനത്തിനും പുറമെ സ്നേഹസമ്മാനങ്ങൾ കൊണ്ടുപോകാൻ മറ്റൊരു വാഹനം ഏർപ്പാടാക്കേണ്ട അവസ്ഥയാണിപ്പോൾ തൃശ്ശൂരിലെ LDF സ്ഥാനാർത്ഥിക്ക്. VS സുനിൽകുമാറിനുള്ള പിന്തുണ മാത്രമല്ല, അദ്ദേഹത്തിനുള്ള സ്നേഹം കൂടിയാണ് ഇവിടെ സമ്മാനിക്കുന്നത്. സുജി പട്ടാമിക്കൊപ്പം MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ.